ഹായ് ഓൾ, K2 2024 സ്കീമിലെ ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന സബ്ജക്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെമ്മറി ഹൈറാർക്കി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം വിത്ത് എ ലേബൽഡ് ഡയഗ്രാം ആൻഡ് എക്സാമ്പിൾ. 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെമ്മറി ഹൈറാർക്കിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതായത് മെമ്മറി ഹൈറാർക്കി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെവൽസ് ബേസ്ഡ് ഓൺ സ്പീഡ്, കോസ്റ്റ് ആൻഡ് സൈസ്. അതായത് സ്പീഡിൻ്റെയും കോസ്റ്റിൻ്റെയും സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെമ്മറി ഹൈറാർക്കിനെ ഡിഫറെൻറ്റ് ലെവൽസ് ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നു. ആ ലെവൽ എന്താണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു ഫിഗർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. ദെൻ അടുത്ത പോയിന്റ്, ഫാസ്റ്റസ്റ്റ് മെമ്മറി. ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ് ഹാസ് ദ ലീസ്റ്റ് കപ്പാസിറ്റി. അതായത് ഏറ്റവും സ്പീഡ് കൂടിയ മെമ്മറിക്കായിരിക്കും ഏറ്റവും കോസ്റ്റ്, അതുപോലെ തന്നെ ആ മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായിരിക്കും. ദെൻ ദ സ്ലോവസ്റ്റ് മെമ്മറി ഈസ് ദ ചീപ്പസ്റ്റ് ആൻഡ് ഹാസ് ദ ഹയസ്റ്റ് കപ്പാസിറ്റി. അതായത് നമ്മുടെ സ്പീഡ് ഏറ്റവും കുറഞ്ഞ മെമ്മറി വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ അത് സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് ഹയസ്റ്റ് ആയിരിക്കും അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്, ഈ ഫിഗർ മെമ്മറി ഹൈറാർക്കിയുടെ ഒരു ഫിഗർ ആണ്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ മെമ്മറി ഹൈറാർക്കിന്റെ ഫിഗർ നിർബന്ധമായും വരയ്ക്കണം. ഓക്കെ, ദെൻ ഈ മെമ്മറി ഹൈറാർക്കിനെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യും. അതായത് ഇന്റേണൽ സ്റ്റോറേജ്, പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി സ്റ്റോറേജ് ആൻഡ് ടെർഷ്യറി സ്റ്റോറേജ്. അപ്പോൾ അതിൽ ഓരോന്നിലും വരുന്ന എന്താണെന്നാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത്. ഓക്കെ, നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജിൽ വരുന്നതാണ് രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറി. ഈ രജിസ്റ്റേഴ്സിനും ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്, ഇതിൽ രജിസ്റ്റർ ആയിരിക്കും ഏറ്റവും സ്പീഡായിട്ട് ഉള്ളത്. രജിസ്റ്റർ ആണ് ഏറ്റവും സ്പീഡ്, അതുപോലെ തന്നെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ രജിസ്റ്ററിനായിരിക്കും. പക്ഷേ സ്റ്റോറേജ് കപ്പാസിറ്റിന്റെ കാര്യം നോക്കുമ്പോൾ രജിസ്റ്ററിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഇനി നെക്സ്റ്റ് പ്രൈമറി സ്റ്റോറേജ്. നമ്മുടെ പ്രൈമറി സ്റ്റോറേജിൽ വരുന്നതാണ് മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാം. ദെൻ സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് നമുക്ക് വരുന്നത് 2 USB അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക് ഓർ ഹാർഡ് ഡിസ്ക്. ഇത് രണ്ടും വരുന്നത് എന്തിലാണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടാണ് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ, ടെറിഷറി സ്റ്റോറേജ്. ടെറിഷറി സ്റ്റോറേജ് നമുക്ക് വരുന്നത് മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ ടേപ്പ് ഡ്രൈവ്സ്. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഏറ്റവും മുകളിലുള്ളത്, അതായത് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും മുകളിലുള്ള ഈ രജിസ്റ്ററിനായിരിക്കും ഏറ്റവും ഫാസ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് എക്സ്പെൻസീവും. ഇനി സ്റ്റോറേജ് കപ്പാസിറ്റിന്റെ കാര്യം നോക്കുന്ന സമയത്ത് രജിസ്റ്ററിനായിരിക്കും ലീസ്റ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇനി ഈ മുകളിൽ നിന്ന് താഴോട്ട് വരും തോറും നമ്മുടെ സ്പീഡ് കുറയും, അതുപോലെ തന്നെ കോസ്റ്റും കുറയും. പക്ഷേ സ്റ്റോറേജ് കപ്പാസിറ്റി മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴേക്കും സ്റ്റോറേജ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. ദെൻ ഇവിടെ കാണിക്കുന്ന ബൈറ്റ്, KB, MB, GB, TB ആൻഡ് PB, EB എന്നൊക്കെ പറയുന്നത് സ്റ്റോറേജ് എത്രത്തോളം ഉണ്ട് എന്നാണ്. അതായത് രജിസ്റ്റേഴ്സിന് ബൈറ്റ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ ക്യാഷ് മെമ്മറി KB or MB വരെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് മെമ്മറി ഹൈറാർക്കിന്റെ ഒരു ഓവറോൾ ഫിഗർ. ദെൻ നെക്സ്റ്റ്, ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എക്സ്പ്ലനേഷനാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ രജിസ്റ്റേഴ്സിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഈ രജിസ്റ്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇൻസൈഡ് ദ CPU ആയിരിക്കും. അതായത് രജിസ്റ്റർ CPUന്റെ ഇൻസൈഡ് ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇൻസൈഡ് ദ CPU. ദെൻ രജിസ്റ്റർ എന്ത് സ്റ്റോറേജ് ഡിവൈസ് ആണ്? ഒരു ഇന്റേണൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ദെൻ ഈ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, ഈ രജിസ്റ്ററിൽ ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? രജിസ്റ്ററിൽ സ്റ്റോർ സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ നീഡഡ് ഫോർ ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ്. എങ്ങനെയാണ്? ഇമ്മീഡിയറ്റ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് അതിന്റെ കപ്പാസിറ്റി ഏറ്റവും കുറവാണ്, അതുകൊണ്ടാണ് സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ രജിസ്റ്ററിന്റെ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയി എടുത്ത് പറയുന്നുണ്ട്, എക്സാമ്പിൾ വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ രജിസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് IR, PC, AC, അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ ആൻഡ് അക്യുമുലേറ്റർ എന്നൊക്കെ പറയാം. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് കറണ്ട് ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യും. ദെൻ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏതാണോ അതിന്റെ അഡ്രസ്സിനെ ആയിരിക്കും PC സ്റ്റോർ ചെയ്യുക. ദെൻ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് നമ്മളെ ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്യുക അക്യുമുലേറ്ററിലാണ്. അപ്പോൾ അതാണ് രജിസ്റ്റർ. അടുത്തത് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് തന്നെയാണ്. അതായത് രജിസ്റ്ററിന്റെ അത്ര ഫാസ്റ്റ് അല്ല, പക്ഷേ ഫാസ്റ്റസ്റ്റ് മെമ്മറി തന്നെയാണ് ക്യാഷ് മെമ്മറി. റാമിനെയും കാട്ടിലും ഫാസ്റ്റസ്റ്റ് ആണ്. അത് നമ്മൾ ഫിഗറിൽ നോക്കിയാൽ തന്നെ കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും സ്പീഡ് കുറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റാമിനെയും കാട്ടിലും ഫാസ്റ്റ് ആയത്, പക്ഷേ റാമിനെ നോക്കുന്ന സമയത്ത് സ്മോളസ്റ്റ് ആണ്. പക്ഷേ റാമിനെയും കാട്ടിലും ഫാസ്റ്റ് ആണ് ക്യാഷ് മെമ്മറി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ക്യാഷ് മെമ്മറിയിൽ ഏത് ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്? അതായത് ക്യാഷ് മെമ്മറി സ്റ്റോർ ചെയ്യുക ഫ്രീക്വന്റ്ലി നമുക്ക് യൂസ് ചെയ്യേണ്ട ഡാറ്റാസിനെ നമ്മൾ നേരെ ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ ക്യാഷ് മെമ്മറിന്റെ എക്സാമ്പിൾസ് ആണ് L1, L2 ആൻഡ് L3 ക്യാഷസ് ഇൻ Intel i7. അപ്പോൾ ഓരോന്ന് നോക്കുന്ന സമയത്തും അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാഷ് മെമ്മറി. ദെൻ നെക്സ്റ്റ് മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാമിന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ,
മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാം എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്റ്റോറേജ് ആണ്. ദെൻ നമ്മൾ എന്തൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ ഡാറ്റാസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യണം, റാമിൽ കൊണ്ടുവരണം. സോ ഇറ്റ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഫോർ റണ്ണിങ് പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതാണ് റാം ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റാം ഈസ് എ വൊളറ്റൈൽ മെമ്മറി. വൊളറ്റൈൽ മെമ്മറി അതിന്റെ മീനിങ് എന്താണ്? അതായത് നമ്മൾ പവർ ഓഫ് ആയാലും, നമ്മളെ പവർ കണക്ഷൻ ഓഫ് ആയാലും നമ്മുടെ റാമിലെ ഡാറ്റാസ് ഒക്കെ ഇറേസ് ആയി പോകും. ലോസ് ഡാറ്റ വെൻ പവർ ഈസ് ഓഫ്, അതിനെയാണ് വൊളറ്റൈൽ മെമ്മറി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി റാമിന് എക്സാമ്പിൾസ് DDR4, DDR5 റാം ഇൻ മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. ഇത് രണ്ടുമാണ് റാമിന്റെ എക്സാമ്പിൾസ്. ഇനി നോക്കാം, നമുക്ക് എപ്പോഴും നമുക്ക് എഴുതേണ്ട പോയിന്റ്സ് കിട്ടുന്നത് എന്താണ്? റാം ക്യാഷ് മെമ്മറിനേക്കാളും നോക്കുന്ന സമയത്ത് റാമിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണ്? കൂടുതലാണ്. അതുപോലെ സ്പീഡ് കുറയും. ദെൻ കോസ്റ്റും കുറയും. ഓക്കെ, അടുത്തത് സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജിൽ നമ്മൾ പറഞ്ഞു USB ഓർ ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡിസ്ക് ഓർ ഹാർഡ് ഡിസ്ക് രണ്ടും വരുന്നത് സെക്കൻഡറി സ്റ്റോറേജിലാണ്. ഇനി ഈ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു നോൺ വൊളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ റാമിനെ എന്താ പറയുന്നത്? വൊളറ്റൈൽ മെമ്മറി. അതായത് പവർ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ ലോസ് ആയി പോകും. ഇനി സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു നോൺ വൊളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ പോയാലും നമുക്ക് ഡാറ്റ ഒന്നും ലോസ് ആവില്ല. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു നോൺ വൊളറ്റൈൽ മെമ്മറിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോങ് ടേം സ്റ്റോറേജ്. അത് ഡാറ്റ ഒന്നും ലോസ് ആവുന്നില്ല. അതായത് ഇത് ലോങ് ടേം സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്പീഡിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മെമ്മറി ഹൈറാർക്കിനെ നോക്കാം. റാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റാം എവിടെയാണ് കിടക്കുന്നത്? ഇതാ ഇവിടെ റാമിനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്പീഡ് എന്താണ്? സ്പീഡ് കുറയും. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടും. കോസ്റ്റും കുറയും. ഓക്കെ, ഇനി സെക്കൻഡറി സ്റ്റോറേജിന് രണ്ട് എക്സാമ്പിൾ ആണ് HDDയും SSDയും. ഇതിൽ HDD എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവും SSD എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡറി സ്റ്റോറേജ്. ഇനി നോക്കേണ്ടത് ടെർഷ്യറി സ്റ്റോറേജ് എന്താണെന്ന്. ടെർഷ്യറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ടെർഷ്യറി സ്റ്റോറേജ് ഈസ് യൂസ്ഡ് ഫോർ ബാക്കപ്പ് ആൻഡ് അച്ചീവിംഗ് പർപ്പസസ്. ഇതിന് വേണ്ടിയിട്ടാണ് ടെർഷ്യറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അക്സസ് സ്പീഡ് വെരി സ്ലോ, അതായത് ഏറ്റവും ലാസ്റ്റ് ആണ് നടക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ഇതിന്റെ സ്പീഡ് കുറയും. ഓക്കെ, അപ്പോൾ ടെർഷ്യറി സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്പീഡ് ഏറ്റവും കുറവായിരിക്കും. ഏതൊക്കെയാണ് ടെർഷ്യറി സ്റ്റോറേജിൽ വരുന്നത്? മാഗ്നറ്റിക് ടേപ്സ് അല്ലെങ്കിൽ ടേപ്പ് ഡ്രൈവ്സ് ആണ് സെക്കൻഡറി സ്റ്റോറേജിൽ വരുന്നത്. അതായത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് മാഗ്നറ്റിക് ടേപ്സ് അല്ലെങ്കിൽ ബ്ലൂറേ ഡിസ്ക് അല്ലെങ്കിൽ DVDs. ഇപ്പോൾ ടെർഷ്യറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ബാക്കപ്പ് ഓർ അച്ചീവിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മെമ്മറി ഹൈറാർക്കിന്റെ ഒരു ഓവറോൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ദെൻ അതൊരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ മെമ്മറി ഹൈറാർക്കി എൻഷുവേഴ്സ് ദ CPU ഗെറ്റ്സ് ഡാറ്റ എഫിഷ്യൻ്റ്ലി. അതായത് നമ്മളെ CPUവിന് പ്രോസസ് ചെയ്യേണ്ട ഡാറ്റ എഫിഷ്യൻ്റ്ലി ആയിട്ട് കിട്ടുന്നുള്ളത് നമ്മൾ മെമ്മറി ഹൈറാർക്കി എൻഷുർ ചെയ്യുന്നു. ദെൻ രജിസ്റ്റേഴ്സ് ആൻഡ് ക്യാഷ് പ്രൊവൈഡ് സ്പീഡ് വൈൽ STD ആൻഡ് ടേപ്പ് പ്രൊവൈഡ് സ്റ്റോറേജ്. അതായത് രജിസ്റ്റേഴ്സും ക്യാഷും ഈ രണ്ടെണ്ണം എന്താണ്? സ്പീഡ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ രജിസ്റ്റേഴ്സും ക്യാഷും പ്രൊവൈഡ് ചെയ്യുന്നത് സ്പീഡാണ്. ദെൻ താഴത്തോട്ട് വരുന്ന സമയത്ത് എന്താണ്? HDD ആൻഡ് ടേപ്സ് പ്രൊവൈഡ് സ്റ്റോറേജ്. താഴോട്ട് വരുന്നതോറും എന്താണ്? സ്റ്റോറേജ് കപ്പാസിറ്റി കൂടും. ദെൻ ഒപ്റ്റിമൈസിങ് മെമ്മറി ആക്സസ് ഇംപ്രൂവ് സിസ്റ്റം പെർഫോമൻസ്. അതായത് നമ്മുടെ സിസ്റ്റം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും. സോ ഇതാണ് നമ്മുടെ മെമ്മറി ഹൈറാർക്കി ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.